നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസസ് 50-ാം വാർഷികം മെയ് 5, 6, 7 തീയതികളിൽ നടക്കും. പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന ഭരതനാട്യ ശില്പശാലയിൽ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കും. നൃത്തകലാസഭയ്ക്ക് ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് പഠിതാക്കൾക്ക് കളരിയായി മാറിയ നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ക്ലാസിക്കൽ ഡാൻസസ് പ്രവർത്തന മികവിന്റെ അരനൂറ്റാണ്ട് പിന്നിടുന്നു. നൃത്താഞ്ജലിയുടെ 50-ാം വാർഷികം ആഘോഷിക്കപ്പെടുവാൻ പോകുന്നതാണ്. മെയ് 5, 6, 7 തീയതികളിലാണ് നമ്മുടെ 50-ാം വാർഷികം കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. 50-ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് 5, 6 തീയതികളിൽ ഒരു ഭരതനാട്യ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 വർക്ക്ഷോപ്പാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭരതനാട്യത്തിൻ്റെ തന്നെയാണ് രണ്ടും. ഒന്ന് പ്രശസ്ത നർത്തകി മഞ്ജു വി നായർ നയിക്കുന്ന ക്ലാസ്സുകളാണ്. അത് വർണ്ണമാണ്. ആ വർണ്ണം പഠിക്കുന്ന കുട്ടികൾക്ക് നൃത്തം ടീച്ചേഴ്സിനായിരിക്കും കൂടുതൽ അത് ഉപകാരപ്പെടുക. അതുകൂടാതെ യൂത്ത് ഫെസ്റ്റിവൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും. ഇപ്പം നമ്മൾ ആ വർക്ക്ഷോപ്പിന് ഒരു വെറും 5000 രൂപയാണ് നമ്മളതിന് ഫീ പറയുന്നത്. അതിൽ നമ്മൾ അവരുടെ ഫുഡ് എല്ലാ കാര്യങ്ങളും നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ ഒരു 5000 രൂപയ്ക്ക് ഒരു വർണ്ണം പഠിക്കുന്നത് ഈ വർക്ക്ഷോപ്പിലൂടെ അവർക്ക് കിട്ടുന്നത് വളരെ ഒരു സൗകര്യമാണ്. കാരണം ഇപ്പോൾ ഒരു വർണ്ണം നമ്മൾ പുറത്ത് പോയി ഇപ്പോൾ വേണ്ട ഇപ്പം എടുക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് തന്നെ പോയി ഒരു വർണ്ണം പഠിക്കണമെങ്കിൽ 25,000 ആവാം, 50,000 ആവാം, 1,00,000 വരെ ആവാം, അതിൽ കൂടുതലാവാം. പക്ഷേ പാവപ്പെട്ട ചില ടീച്ചേഴ്സുകൾ ഇതിലെല്ലാവർക്കും ഇത്രയും രൂപ കൊടുത്ത് എല്ലാവർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിക്കുമ്പോൾ സാധാരണ ടീച്ചേഴ്സിനും എല്ലാവർക്കും സൗകര്യമാണ് ഈ ഒരു വർക്ക്ഷോപ്പ്. 50-ാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രമുഖ നൃത്താധ്യാപിക കലാമണ്ഡലം സുമതി ടീച്ചർ, ചലച്ചിത്ര താരം ആശാ ശരത് എന്നിവർ ഉൾപ്പെടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തും. 50-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മെയ് 5, 6 തീയതികളിൽ ഭരതനാട്യ ശില്പശാല ഉണ്ടാകും. 7-ാം തീയതിയാണ് വാർഷികാഘോഷം. നിലവിൽ ഇവിടെ പഠിക്കുന്ന 400ഓളം കുട്ടികളും കലാസ്നേഹികളും ചേർന്ന് നൃത്താഞ്ജലിയുടെ 50-ാം വാർഷികം ഗംഭീരമാക്കാനുള്ള ഒരുക്കത്തിലാണ്. എല്ലാവരെയും ഞങ്ങൾ നൃത്താഞ്ജലിയിലേക്ക് ക്ഷണിക്കുകയാണ്. പെരുമ്പാവൂർ ഫൈൻ ആർട്സ് ഹാളിൽ ഇതിന് ഉപരിയായിട്ട് നമ്മൾ ഈ തവണ ദശാവതാരം എന്നൊരു നൃത്തശില്പം അവതരിപ്പിക്കുന്നുണ്ട്. അത് ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നൃത്താഞ്ജലി നമ്മൾ പല അമ്പലങ്ങളിലെ പ്രോഗ്രാമുകളിലും നമ്മളത് പെർഫോം ചെയ്യാറുണ്ട്, ഒരു 20 മിനിറ്റൊക്കെ. ഈ തവണ നമ്മൾ അതിനൊന്ന് ഇലാബറേറ്റ് ചെയ്തൊരു 1.5 മണിക്കൂറോളം വരുന്ന വലിയൊരു നൃത്തശില്പമായിട്ടാണ് ചെയ്യുന്നത്. അതായത് 10 അവതാരത്തിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. സാധാരണക്കാർക്കും മനസ്സിലാകാവുന്ന രീതിയിലുള്ളൊരു നൃത്തശില്പമാണ് ദശാവതാരം. അതിപ്പോൾ എത്ര സ്റ്റേജുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ അതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. ഞങ്ങൾ തന്നെ പറയാറുണ്ട് ഇത് മതി ഇനി ചെയ്തതെന്ന്. പക്ഷേ ഈ തവണ നമ്മൾ അതിലൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഈ നൃത്തശില്പത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഹിസ്റ്ററിയും എല്ലാം കൂടി നമ്മളൊന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതും കൂടി കാണുന്നതിനായിട്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ 50-ാം വാർഷികം ഞങ്ങളുടെ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യാണ്. തഞ്ചാവൂർ ബൃഹൻ നാട്യാഞ്ജലി പുരസ്കാരം, ചിദംബരം നാട്യാഞ്ജലി പുരസ്കാരം, കേരള കലാമണ്ഡലം ഗുരുദക്ഷിണ പുരസ്കാരം എന്നിവ ഉൾപ്പെടെ അനേകം അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള നൃത്താഞ്ജലി ഡയറക്ടർ കലാമണ്ഡലം വസന്ത, ചീഫ് കോർഡിനേറ്റർ ജി വിക്രമൻ നായർ, വിദ്യാർത്ഥികളായ രാജേഷ് ചന്ദ്രൻ, കാർത്തിക എസ് നായർ, ഭദ്ര ഡി നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 1976 നമ്മളെ ക്ലാസ് തുടങ്ങുന്നത് പെരുമ്പാവൂര്. അന്ന് വെറും കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു ഞങ്ങളുടെ സ്റ്റുഡൻസ്. അതിങ്ങനെ കൂടി ആണ് ഇപ്പം നമ്മൾ ഏകദേശം 10,000-ഓളം പിള്ളേരെ നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എല്ലാവരും ഇല്ലെങ്കിലും കുറേ പേരൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ നൃത്തം കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളവിടെ നമ്മൾ നൃത്തം പഠിപ്പിക്കുക മാത്രമേ ആയിരുന്നില്ല, അവരെ
അവർക്കുള്ളൊരു ഉപജീവന മാർഗമായിട്ട് കൂടി ഞങ്ങൾ അതിനെ കരുതി അവർക്ക് സ്വന്തമായിട്ട് ക്ലാസ്സുകൾ വരെ നമ്മൾ ഇട്ടുകൊടുത്താണ്. അവരൊക്കെ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പെരുമ്പാവൂർ അടുത്ത് നിങ്ങൾക്കറിയാം, കോപ്പിടിക്കുണ്ട്, തൊടാപ്പറമ്പുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസാണ്. ഇവിടെ അടുത്തെടുക്കുന്ന മിക്കവാറും എടുക്കുന്ന ഡാൻസ് ടീച്ചേഴ്സ് മിക്കവാറും നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അവർക്കെല്ലാവർക്കും ക്ലാസ്സുകൾ ഇട്ടുകൊടുത്തത് ഞങ്ങൾ തന്നെയാണ്. അത് അടിവരയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ടീച്ചറും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾ പുകഴ്ത്തി പറയണതല്ല, അത് ഞങ്ങൾക്ക് എന്തോ ഭഗവാൻ തോന്നിച്ചു, ഞങ്ങളങ്ങനെ ചെയ്തു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം നമ്മൾ ക്ലാസ് ഇട്ട് കൊടുത്തു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.